കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഇത്ര നേരം ക്യൂ നിന്ന് ഇപ്പോഴും ആൾക്കാർ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുണ്ടെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചില്ല. മണിക്കൂറുകൾ ക്യൂ നിന്ന് ഇങ്ങനെ ബോണസ് കിട്ടിയതും ചിട്ടി കിട്ടിയതും എഫ് ഡിയിൽ ഇടാൻ തയ്യാറാവുമ്പോൾ അതിൽ നിന്ന് റിട്ടേൺസ് ആയിട്ട് കിട്ടുന്നത് 6-7% മാത്രമല്ലേ? എന്നാൽ അതിനേക്കാൾ റിട്ടേൺസ് തരുന്ന ഓപ്ഷൻസ് ഉണ്ടായിട്ടും എഫ് ഡിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എഫ് ഡിയിൽ ഇട്ട ആ പൈസ സേഫ് അല്ലേ എന്നായിരിക്കും. എന്നാൽ ഇതേ സേഫ്റ്റിയിൽ തന്നെ എഫ് ഡിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടിയാലോ? അധികം ആളുകൾക്കും അതിനെപ്പറ്റി അറിയില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ് ഡിയുടെ അതേ സേഫ്റ്റിയിൽ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾ ഇപ്പോഴും എഫ് ഡിയെ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. അധികം ആൾക്കാരും കയ്യിൽ കിട്ടിയ വലിയ എമൗണ്ട് നേരെ എഫ് ഡിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കാരണം, ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. എഫ് ഡി ആണെങ്കിൽ അത് 100% സേഫ് ആണ്, ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാരണം, എല്ലാ മാസവും ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. മന്ത്ലി ചെലവ് വളരെ ഈസി ആയിട്ട് അതിൽ നടന്നു പോവുകയും ചെയ്യും. 3, ഇനിയിപ്പോൾ സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ മിക്ക ബാങ്ക്സും 0.5%ഓ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട്. 4, ഇനി എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നേരെ പോയിട്ട് ആ എഫ് ഡി ബ്രേക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആ എഫ് ഡി വെച്ചിട്ട് നമുക്ക് ലോൺ വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള പോസിറ്റീവ്സ് കണ്ടിട്ടായിരിക്കും എല്ലാവരും എഫ് ഡി ചൂസ് ചെയ്യുന്നുണ്ടാവുക. 40 ലക്ഷം രൂപ 7% ഇൻട്രസ്റ്റിൽ എഫ് ഡി ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 2.8 ലക്ഷം രൂപയാണ് പലിശയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഏകദേശം 23,000 രൂപയാണ് മാസം നമുക്ക് കിട്ടുന്നുണ്ടാവുക. 23,000 രൂപ മാസ ചിലവുള്ള ഒരാൾക്ക് തട്ടിമുട്ടി ഇതുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ പറയാൻ കാരണം, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഈ 23,000 രൂപയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മാസ ചിലവ് ഈ പലിശ കൊണ്ട് നടത്താൻ പറ്റാതെയാവും. ഈ പറഞ്ഞ എഫ് ഡിയുടെ പോസിറ്റീവ്സ് കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എഫ് ഡിയുടെ നെഗറ്റീവ്സ് അറിയോ? ഒന്നാമത്തെ പ്രശ്നം, അത് ടാക്സ് ആണ്. നിങ്ങൾക്ക് എഫ് ഡിയിൽ നിന്ന് കിട്ടുന്ന പലിശ മൊത്തത്തിൽ ടാക്സബിൾ ആണ്. ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ മൊത്തം ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്ത് ടാക്സ് സ്ലാബിനനുസരിച്ച് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇനി അതുമാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 40,000 രൂപയ്ക്ക് കൂടുതലാണെങ്കിൽ 10% TDS കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ 30% ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരാളാണെങ്കിൽ 7% ഇൻട്രസ്റ്റിൽ നിന്ന് ഈ ടാക്സ് ഡിഡക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും 4.9% മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പ്രശ്നം, ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇൻഫ്ലേഷൻ. അതായത് ഇന്ന് നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ നാളെ നമുക്ക് ആ 100 രൂപ കൊടുത്താൽ വാങ്ങാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പൈസ വെറുതെ സൂക്ഷിക്കാതെ ഇൻഫ്ലേഷനെ മറികടക്കുന്ന റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ 6% ആണെങ്കിൽ ഓരോ വർഷവും നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്ക് 6% വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയാവുമ്പോൾ ഈ ഇൻഫ്ലേഷനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 6% റിട്ടേൺസ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന 4.9% എന്ന് പറയുന്ന ആഫ്റ്റർ ടാക്സ് എഫ് ഡി റിട്ടേൺ ഇൻഫ്ലേഷനേക്കാൾ കുറവാണ്. അതായത് നിങ്ങൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങളുടെ പൈസയുടെ റിയൽ വാല്യൂ ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രശ്നം, അത് ലിക്വിഡിറ്റി ആണ്. അതായത് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ആ പൈസയുടെ വാല്യൂ കുറയാതെ അത് വിഡ്രോ ചെയ്യാനായിട്ട് കഴിയണം എന്നില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എഫ് ഡി മെച്യൂരിറ്റി പീരീഡിന് മുൻപ് വിഡ്രോ ചെയ്താൽ അവിടെ പെനാൽറ്റി നമ്മൾ പേ ചെയ്യണം. ആ എമൗണ്ടും കൂടി ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വീണ്ടും കുറയാണ്. നാലാമത്തെ പ്രശ്നം, ഫോളിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ എഫ് ഡിയുടെ റിട്ടേൺസ് കൂടി കുറയും. 10 വർഷങ്ങൾക്ക് മുൻപ് എഫ് ഡിയിലെ ഏകദേശം 9% റിട്ടേൺസ് കിട്ടിയെടുത്ത് ഇന്ന് 6-7% മാത്രമേ ഉള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ കുറഞ്ഞേക്കാം. ഇനി നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്, എഫ് ഡിയിൽ നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണെന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞ എഫ് ഡിയുടെ ബെനിഫിറ്റ്സ് മാത്രമുള്ള മറ്റു ഓപ്ഷൻസ് ഉണ്ടെങ്കിലോ? ഞാൻ ആക്ച്വലി പറഞ്ഞു വരുന്നത് ഡെറ്റ് ഫണ്ട്സിനെ വേണ്ടിയിട്ടാണ്. എഫ് ഡിയുടെ അതേ സേഫ്റ്റിയിൽ എഫ് ഡിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ ഡെറ്റ് ഫണ്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പലരും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക. സാധാരണ നമ്മൾ ബാങ്കിൽ എഫ് ഡി ഇടുമ്പോൾ ബാങ്ക് ആ പൈസ വാങ്ങി നമുക്ക് അതിന് പകരം പലിശ തരുന്നു, അല്ലേ? ബാങ്കിന് എങ്ങനെയായിരിക്കും ഇങ്ങനെ പലിശ തരാൻ പറ്റുന്നുണ്ടാവുക? ബാങ്ക് ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ആവശ്യക്കാർക്ക് കടമായിട്ട് കൊടുക്കും. ഇവരിൽ നിന്ന് വാങ്ങുന്ന പലിശ എടുത്തിട്ടാണ് നമുക്ക് ബാങ്ക് റിട്ടേൺസ് തരുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റിനും വലിയ കമ്പനികൾക്കും പൈസ ആവശ്യമായി വരുമ്പോൾ അവർ ആക്ച്വലി ബോൺസ് ഇറക്കുന്നു, കടപ്പത്രം എന്ന് പറയാം. അതായത് ഞങ്ങൾക്ക് പൈസ തരൂ, ഞങ്ങൾ തിരിച്ച് ഇൻട്രസ്റ്റ് തരാം എന്ന് അവർ പറയും. ഡെറ്റ് ഫണ്ട്സ് ഈ ബോൺസ് വാങ്ങുന്നു. നിങ്ങൾ ഡെറ്റ് ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ആ പൈസ ഈ ബോൺസിലേക്കാണ് പോകുന്നത്. അതായത് ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസ കൂട്ടിച്ചേർത്ത് ഇതുപോലുള്ള ബോൺസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് ആയിട്ട് തരികയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും FDയെ പോലെ തന്നെ ഡെറ്റ് ഫണ്ട്സ് സേഫ് ആണെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണം, ഡെറ്റ് ഫണ്ട്സ് കളക്ട് ചെയ്യുന്ന പൈസ അവർ ഗവൺമെന്റിനാണ് കടമായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ഒരിക്കലും അത് ഡിഫോൾട്ട് വരുത്തില്ല. അവർ എപ്പോഴും പ്രോപ്പർ ആയിട്ട് തന്നെ ഇൻട്രസ്റ്റ് തരും. രണ്ടാമത്തെ റീസൺ, ഇങ്ങനെ ഡെറ്റ് ഫണ്ട്സ് കളക്ട് ചെയ്യുന്ന പൈസ ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികൾക്കാണ് കടമായിട്ട് കൊടുക്കുന്നെങ്കിൽ അവരും ഒരിക്കലും ഡിഫോൾട്ട് വരുത്തില്ല. റിലയൻസ്, HDFC ബാങ്ക്, TCS പോലുള്ള വലിയ വലിയ കമ്പനികൾ പ്രോപ്പർ ടൈമിന് തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കും. അതുവഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും സേഫ് ആയിട്ടിരിക്കും. മൂന്നാമത്തെ റീസൺ, ഡെറ്റ് ഫണ്ട്സ് ഒരു ബോണ്ടിലേക്ക് മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 50 100 ബോണ്ടുകളിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പൈസ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ 100 കോഴിമുട്ടയുണ്ട്. ഈ 100 കോഴിമുട്ടയും നിങ്ങൾ ഒരൊറ്റ കൊട്ടയിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇൻ കേസ് ആ കൊട്ട നിലത്ത് വീണാൽ മൊത്തം മുട്ടയും പൊട്ടിപ്പോവും. നേരെ മറിച്ച് ഈ 100 കോഴിമുട്ട 10 എണ്ണം വീതം 10 കൊട്ടകളിലേക്കായിട്ട് നിങ്ങൾ ഇട്ടു എന്ന് വിചാരിക്കും. ഇതിൽ ഒരു കൊട്ട വീണാലും ബാക്കി 90 മുട്ടയും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെറ്റ് ഫണ്ട്സ് അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പൈസ മൾട്ടിപ്പിൾ സേഫ് പ്ലേസസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ കൂടുതൽ സേഫ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ അത് ഒരെണ്ണമല്ല, പകരം അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ ഡെറ്റ് ഫണ്ട്സും ഒരുപോലെയല്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന 5 ഡെറ്റ് ഫണ്ട്സിനെ പറ്റി ഞാനിവിടെ പറഞ്ഞു തരാം. ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തേത് ലിക്വിഡ് ഫണ്ട്സ് ആണ്. ലിക്വിഡ് ഫണ്ടുകൾ വളരെ കുറഞ്ഞ കാലയളവുള്ള സുരക്ഷിതമായിട്ടുള്ള കടപ്പത്രങ്ങളിലാണ് നിക്ഷേപിക്കുന്നത്. നമുക്ക് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ മാറ്റിവെക്കാൻ ഈ ലിക്വിഡ് ഫണ്ട്സ് ഏറ്റവും നല്ല ഓപ്ഷനാണ്. ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടും, വളരെ സേഫ് ആയിട്ട്. നമ്മൾ ഈ ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരു വർക്കിംഗ് ഡേയുടെ ഉള്ളിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. അതുമാത്രമല്ല 6-7% റിട്ടേൺസ് ലിക്വിഡ് ഫണ്ട്സിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സെക്കൻഡ് വൺ, അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സ് ആണ്. ഈ ഫണ്ടുകൾ വളരെ കുറച്ച് കാലയളവുള്ള കടപ്പത്രങ്ങളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലിക്വിഡ് ഫണ്ട്സിനേക്കാൾ കുറച്ചും കൂടി റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അതേ റിസ്കിൽ തന്നെ. 1 വർഷം വരെയുള്ള ഗോൾസിന് ഉപയോഗിക്കേണ്ട പൈസ ഈ ഫണ്ട്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. തേർഡ് വൺ, ഷോർട്ട് ആൻഡ് മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്സ് ആണ്. ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സ് 1 മുതൽ 3 വർഷം വരെയുള്ള കടപ്പത്രങ്ങളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ റിസ്കിൽ ഒരു റെഗുലർ റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്സ് 3 മുതൽ 4 വർഷം വരെയുള്ള കടപ്പത്രങ്ങളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ റിട്ടേൺസ് നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. 1 മുതൽ 3 വർഷം വരെയുള്ള ഗോളുകൾക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സും 3 മുതൽ 5 വർഷം വരെയുള്ള ഗോൾസിന് മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സ് ഏകദേശം 7 മുതൽ 8.5% വരെയാണ് റിട്ടേൺസ് തരുന്നത്. എന്നാൽ മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്സ് 8.5% മുതൽ 10% വരെ റിട്ടേൺസ് തരുന്നുണ്ട്. ഫോർത്ത് വൺ, അത് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ് ആണ്. ഈ ഫണ്ട്സ് വലിയ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളുടെ കടപ്പത്രങ്ങളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റിലയൻസ്, HDFC ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ വലിയ വലിയ കമ്പനികൾക്കാണ് കടമായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വലിയ കമ്പനികൾക്ക് കടമായി കൊടുക്കുന്നത് തന്നെ ഇവിടുത്തെ റിസ്ക് വളരെ കുറവാണ്. ഇവിടെ ഈ ഫണ്ട്സ് കൂടുതലും സെലക്ട് ചെയ്യുന്നത് ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനികളെ മാത്രമാണ്. ഒരു സ്റ്റേബിൾ റിട്ടേൺസ് ആഗ്രഹിക്കുന്നവർക്ക്, 2 മുതൽ 3 വർഷത്തെ നിക്ഷേപ ലക്ഷ്യമുള്ളവർക്ക് ഈ ഫണ്ട് വളരെ അനുയോജ്യമായിരിക്കും. ഏകദേശം 7 മുതൽ 8% വരെ റിട്ടേൺസ് ഇത്തരം ഫണ്ട്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഫിഫ്ത്ത് വൺ, അത് ഗിൽറ്റ് ഫണ്ട്സ് ആണ്. ഈ ഫണ്ട്സ് ആക്ച്വലി ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് കടം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരെ റിസ്ക് ഇല്ലാതെ 6 മുതൽ 8% വരെ റിട്ടേൺസ് ഈ ഫണ്ട്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പറഞ്ഞ ഓരോ ഓപ്ഷൻസും FDയെ പോലെ അല്ലെങ്കിൽ FDയേക്കാൾ ഒരു പടി മുകളിൽ നമുക്ക് ബെനിഫിറ്റ്സ് തരുന്ന ഫണ്ടുകളാണ്. ഇനിയിപ്പോൾ നിങ്ങൾ FDയും ഡെറ്റ് ഫണ്ട്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഡെറ്റ് ഫണ്ട്സ് തന്നെയായിരിക്കും ഒരു പടി മുകളിൽ വന്ന് നിൽക്കുന്നുണ്ടാവുക. ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസിന്റെ കാര്യം നോക്കിയാൽ FDയിൽ നിന്ന് നമുക്ക് 6 മുതൽ 7% വരെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഡെറ്റ് ഫണ്ട്സിൽ നിന്ന് 6 മുതൽ 10% വരെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ FDക്ക് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. മുൻകൂട്ടി തന്നെ ക്ലോസ് ചെയ്താൽ നമ്മൾ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. ഡെറ്റ് ഫണ്ട്സിൽ ലോക്ക് ഇൻ പീരീഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി ടാക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ FDയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന് ഓരോ വർഷവും നമ്മൾ ടാക്സ് പേ ചെയ്യണം. എന്നാൽ ഡെറ്റ് ഫണ്ട്സിൽ നിങ്ങളത് വിഡ്രോ ചെയ്താൽ മാത്രമേ ടാക്സ് പേ ചെയ്യേണ്ടതുള്ളൂ.
ഇനി ഇൻഫ്ലേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, എഫ് ഡിക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എഫ് ഡിയേക്കാൾ റിട്ടേൺസ് കൂടുതൽ ഡെറ്റ് ഫണ്ട്സിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ ടാക്കിൾ ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് അത് ഡെറ്റ് ഫണ്ട്സ് തന്നെയായിരിക്കും. പലരും എഫ് ഡിനെ ചൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ അത് സേഫ്റ്റിയാണ്. എന്നാൽ നിങ്ങൾ എഫ് ഡിയിൽ എത്ര വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും മാക്സിമം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയാണ് സേഫ് ആയിട്ടുള്ളത്. ഡെറ്റ് ഫണ്ട്സിൽ നമ്മളിപ്പോൾ കണ്ട പോലെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ ഹയർ സേഫ്റ്റി ഉള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിവിടെ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഡെറ്റ് ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ കയറി സാധനങ്ങൾ വാങ്ങുന്ന അതേ എളുപ്പത്തിൽ തന്നെ ഡെറ്റ് ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം തന്നെ സിറോദ, ഗ്രോ, അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ KYC കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. വൺസ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെറ്റ് ഫണ്ട്സ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനും അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും കഴിയുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയട്ടെ, എഫ് ഡിയിലെ പോലെ ലക്ഷങ്ങളോ കോടികളോ ഉണ്ടെങ്കിൽ മാത്രമേ ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്ന് വിചാരിക്കേണ്ട. ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് കയ്യിലുള്ള എമൗണ്ട് ഒരുമിച്ച് നേരെ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബോണസ് കിട്ടിയോ, അല്ലെങ്കിൽ ചിട്ടി വിളിച്ച് പൈസ കിട്ടിയോ, ഇനി അതും അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ള എഫ് ഡി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെറ്റ് ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഒരു വലിയ എമൗണ്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഡെറ്റ് ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനാണ് രണ്ടാമത്തെ മെത്തേഡ്, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നിങ്ങൾക്ക് മന്ത്ലി സാലറി ഉണ്ടോ, അതായത് റെഗുലർ ആയിട്ട് ഒരു ഇൻകം കിട്ടുന്നുണ്ടോ, മാസം നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് വെച്ച് റെഗുലർ ആയിട്ട് നിങ്ങൾ ഡെറ്റ് ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പല ഫണ്ട്സിലേക്കും 100 രൂപ മുതൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ദിവസം ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. പറഞ്ഞു വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളവർക്കും ഇനി ചെറിയ എമൗണ്ട് വെച്ച് സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നവർക്കും സേഫർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഡെറ്റ് ഫണ്ട്സ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ആണ്. എന്നിട്ട് ആ ഒബ്ജക്റ്റീവിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിലോട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. എങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ നേടാൻ കഴിയൂ. അതല്ലാതെ എഫ് ഡി എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാവും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എമർജൻസി നീഡ്സ്, ഷോർട്ട് ടേം നീഡ്സ്, ലോങ് ടേം നീഡ്സ്, ഇങ്ങനെ വേണം ഇൻവെസ്റ്റ്മെന്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യാൻ. ശരിയായ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിൽ 1-2 ഡെറ്റ് ഫണ്ട്സ് മതിയാവും. രണ്ടാമത്തെ കാര്യം, എല്ലാ ഫണ്ട്സിലും ഡയറക്റ്റ് ആൻഡ് റെഗുലർ പ്ലാൻസ് അവൈലബിൾ ആയിരിക്കും. ഇതിൽ തന്നെ ഡയറക്റ്റ് പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചാർജസ് കുറവായിരിക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ 3-5 വർഷത്തെ കൺസിസ്റ്റന്റ് പെർഫോമൻസ് നോക്കിക്കൊണ്ട് വേണം ഒരു ഫണ്ടിനെ സെലക്ട് ചെയ്യാൻ. ഈ വീഡിയോയിലൂടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതൊരു മോശമായ കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ എഫ് ഡിക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. പക്ഷേ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡെറ്റ് ഫണ്ട്സ് അത്തരം ഒരു ഓപ്ഷനാണ്. പലപ്പോഴും നമ്മളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ഒറ്റൊരെണ്ണത്തിലായിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പകരം പല വാലിഡ് ആയിട്ടുള്ള ഓപ്ഷൻസിലോട്ടായിരിക്കും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.